ഒരിക്കലും നീക്കം വരാത്ത ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ യേശു കർത്താവിൻ്റെ സന്ദേശത്തിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൽ 6-7 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: 2 കാശിന് 5 കുരുളിനെ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നു പോകുന്നില്ല. നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരുളിനേക്കാളും നിങ്ങൾ വിശേഷത ഉള്ളവർ. അത്യുന്നതനായ ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ച് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. കരുതുന്ന ഒരു ദൈവം നിങ്ങൾക്ക് വേണ്ടി ഉണ്ട്. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് ഓർമ്മപ്പെടുത്തുന്ന സന്ദേശമാണ് ഈ വാക്യത്തിലൂടെ കർത്താവ് ജനത്തിന് നൽകിയിരിക്കുന്നു. പത്രോസിന് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ 6-7 പറയുന്നു: അവർ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താഗതികൾ അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. 1 പത്രോസ് 5:7 നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട് എന്നും ആ ദൈവത്തിൻ്റെ കരുതലിൽ വളരെ കൃത്യമായ തലത്തിൽ അനുഭവിക്കപ്പെടേണ്ടതുമായ ദൈവത്തിൻ്റെ മുൻപിലേക്ക് നാം നമ്മെ തന്നെ സമർപ്പിക്കേണ്ടതിന് തന്നെ തീരണമെന്നും ഈ വാക്യങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യത്തിൽ വരുമ്പോൾ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനമൊരുക്കുവാൻ പോകുന്നു എന്നും ഓർമ്മപ്പെടുത്തുന്നു. ഒരു നിത്യവാസത്തിനു വേണ്ടി നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെക്കുറിച്ചാണ് ആ വാക്യത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 13-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികം സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. കർത്താവായ യേശുക്രിസ്തു നമ്മോട് കൂടെയുള്ള കരുതലിൻ്റെ ആഴത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ജീവന് തുല്യം നമ്മെ സ്നേഹിക്കുന്ന അല്ല, സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ മനസ്സ് കാണിക്കുന്ന ആഴമേറിയ കരുതലിനെക്കുറിച്ചാണ് ഈ വാക്യങ്ങളിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, സകല മനുഷ്യരും ഉപേക്ഷിച്ച് കളഞ്ഞ ആ മനുഷ്യനു വേണ്ടി യേശു കർത്താവ് ആ കുളക്കടവിൽ കടന്നു വന്നിട്ട് അവനോട് ചോദിക്കുകയാണ്: നിന്നെ കരുതുവാൻ, നിന്നെ സ്നേഹിക്കുവാൻ, നിന്നെ സഹായിക്കുവാൻ ആരുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അവൻ്റെ വാക്കുകളുടെ മുൻപിൽ യേശു ഇങ്ങനെ പറയുകയാണ്: ഞാൻ നിനക്ക് വേണ്ടിയാണ് കടന്നു വന്നിട്ടുള്ളത്. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാണ് ഞാൻ. നിന്നെ വിടുവിക്കുകയും നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് ഞാൻ എന്ന് യേശു കർത്താവ് തന്നോട് വെളിപ്പെടുത്തി കൊടുക്കുന്ന വാക്കുകളാണ് 8-9 വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. ആകയാൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, മാതാവിൻ്റെ കരുതലിലും പിതാവിൻ്റെ കരുതലിലും സഹോദരൻ്റെയും സഹോദരിയുടെ കരുതലിലും അയൽവാസികളുടെ സ്നേഹിതരുടെ കരുതലിലും സഭാവിശ്വാസികളുടെയും പാസ്റ്ററുടെയും കരുതലിലും നമ്മെ സ്നേഹിക്കുന്ന നമ്മളെ കരുതുന്ന കരുതലിനും ഒക്കെ പരിമിതിയുണ്ട്. എന്നാൽ പരിമിതി കൂടാതെ നമ്മളെ കരുതുന്ന നമ്മെ സ്നേഹിക്കുന്ന ഒരാളായി അത്യുന്നതനായ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവത്തോട് ചേർന്ന് നിൽപ്പാനും ആ ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ച് നമ്മുടെ കൂടെ കരുതുന്ന ദൈവത്തെ ആഴമേറി സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതിന് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും സഹായിക്കട്ടെ. പരിശുദ്ധ കർത്താവേ, ഈ നല്ല സന്ദർഭത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കായി കരുതുന്ന ദൈവത്തെ ആഴമേറി സ്നേഹിപ്പാനും ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. ദൈവം അങ്ങനെ ചെയ്തുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.